ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാൻ വെച്ചാൽ ഒരു സോളാറിൻ്റെ ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ ബാഗ് എടുക്കുക. ഈ ബാഗിൽ USB കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ USBൻ്റെ കേബിൾ അതിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് മൊബൈലിലോട്ട് കണക്ട് ചെയ്താൽ പിന്നെ നമ്മൾ മൊബൈലിലോട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വർക്കാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും സോളാർ. അപ്പോൾ 2 സോളാറുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ ആ സോളാറിൻ്റെ പവർ വെച്ചാണ് നമ്മൾ മൊബൈലിലോട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കാനായി വല്ല ചിലവൊന്നും വരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 200 രൂപയുടെ അടിയിലായിക്കാണ് ചിലവ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഫ്രണ്ട്സ്, നമുക്കിത് ചെയ്ത് നോക്കാനായി വേണ്ടത് സോളാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 സോളാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ സോളാറിൻ്റെ ചില്ല് ലേശം പൊട്ടിപ്പോയിട്ടുണ്ട്. ജസ്റ്റ് താഴെ വീണതായിരുന്നു, കണ്ടോ, പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതിൽ നിന്ന് പവർ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 സോളാർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിനി സോളാറിൽ നിന്ന് കിട്ടുന്ന വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ സോളാറിൽ നിന്ന് കിട്ടുന്ന വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ മൾട്ടിമീറ്ററിൽ DC ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് മാറാതെ ശ്രദ്ധിക്കുക. നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്, ഇനി പോസിറ്റീവും കൊടുത്ത് നോക്കാം. അപ്പോൾ റീഡിങ് കാണിക്കുന്നത് 6 വോൾട്ടാണ് കണ്ടോ. 6 വോൾട്ടാണ് കാണിക്കുന്നത് പൈൽ. ഇനി നമുക്ക് മറ്റേ സോളാറിൽ നിന്ന് കിട്ടുന്ന വോൾട്ട് എത്ര നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് വലിയ സോളാറാണ് കേട്ടോ. നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ തന്നെ കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് 6 വോൾട്ട് തന്നെയാണ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചെയ്യാനായിട്ട് വേണ്ടത് റെഗുലേറ്റർ IC 7805 എന്ന നമ്പറിലുള്ള ഒരു IC ആണ്. 7805 എന്ന നമ്പറിലൊരു IC ആണ് കേട്ടോ അത്. അപ്പോൾ ഈ ICയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലൂടെ നമ്മൾ 10 വോൾട്ട് അല്ലെങ്കിൽ ഒരു 12 വോൾട്ട് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു 5 വോൾട്ട് ആക്കി ചുരുക്കി തരും. ഈ 5 വോൾട്ട് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാനും പറ്റും. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ട പവർ എന്ന് പറഞ്ഞാൽ 5 വോൾട്ടാണ് കേട്ടോ. അപ്പോൾ ഈ 5 വോൾട്ട് ഇത് തരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എത്ര വെച്ചാൽ 15 രൂപ കേട്ടോ. അപ്പോൾ ഇതിന് 3 ലെഗുകളാണുള്ളത് കണ്ടോ. അപ്പോൾ ഇതുപോലത്തെ റെഗുലേറ്റർ IC നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ വലിയ സോളാറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ നമ്മുടെ മറ്റേ സോളാറിൻ്റെ നെഗറ്റീവ് വയറേക്കാണ് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാം. ഞാൻ നല്ല രീതിയിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് USB ഫീമെയിൽ പോർട്ടാണ്. അപ്പോൾ ഞാൻ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ടോ 2 വയറായിട്ട്. അപ്പോൾ അതിന് കൃത്യം സെൻറ്ററത്തെ 2 ലെഗ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ തലക്കത്തെ 2 ലെഗുകൾ നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ടോ. ആ നീല വയറാണ് പോസിറ്റീവ്, ബ്ലാക്ക് വയറാണ് നെഗറ്റീവ്. നമുക്കിനി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റെഗുലേറ്റർ ICയുടെ ഫസ്റ്റ് ലെഗിലായിട്ട് നമ്മുടെ സോളാറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ സോൾഡർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സെൻറ്ററത്തെ ലെഗിലോട്ട് നെഗറ്റീവ് വയർ സോൾഡർ ചെയ്യണം സോളാറിൻ്റെ തന്നെ. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാം. സോളാറിൻ്റെ പോസിറ്റീവ് വയർ നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ അത് സോൾഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സോളാറിൻ്റെ നെഗറ്റീവ് വയർ നമ്മുടെ റെഗുലേറ്റർ ICയുടെ സെൻറ്ററത്തെ ലെഗിലോട്ട് സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മളത് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റെഗുലേറ്റർ ICയുടെ ലാസ്റ്റ് ലെഗിലോട്ട് നമുക്ക് USB ഫീമെയിൽ പോർട്ടിൻ്റെ നെഗറ്റീവ് വയർ സോൾഡർ ചെയ്യണം. അതുപോലെ തന്നെ USB ഫീമെയിൽ പോർട്ടിൻ്റെ പോസിറ്റീവ് വയർ നമ്മൾ റെഗുലേറ്റർ ICയുടെ സെൻറ്ററത്തെ ലെഗിലോട്ട് നമുക്ക് സോൾഡർ ചെയ്യണം. അത് നമുക്ക് സോൾഡർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഗ്ലാസ് കവറാണ് കേട്ടോ. ഇത് എന്തിനാ വെച്ചാൽ നമ്മൾ ബാഗിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ ഡ്രസ്സിൻ്റെ വിലയൊക്കെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 420 എന്നൊക്കെ കണ്ടോ, 420 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു കവർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കവറിലോട്ട് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സോളാറിൻ്റെ അവിടേക്കാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സോളാറിൻ്റെ സെല്ലിലോട്ട് നേരിട്ട് സൂര്യപ്രകാശം തട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ 2 സോളാർ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ 2 സോളാർ നേരെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ തയ്യൽ മെഷീൻ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ USB ഫീമെയിൽ പോർട്ടിന് ആ കവറിൻ്റെ ഉൾവശത്ത് കൂടി പുറത്തേക്കൊന്നും എടുക്കണ്ടോ. ജസ്റ്റ് ഒരു ഹോൾ ഇട്ടുകൊണ്ട് പുറത്തെടുത്താൽ മതി. അപ്പോൾ ഇതോടുകൂടി ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ ബാഗിലോട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റാപ്ലർ വെച്ചുകൊണ്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാഗിൻ്റെ ഒരു വശത്ത് വെച്ചുകൊണ്ട്
അവിടെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് അടിച്ചു വെക്കാം. ഞാനിപ്പോൾ നമ്മുടെ ബാഗിലോട്ട് നല്ല രീതിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റാപ്ലർ വെച്ചോട്ടോ അടിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് അടുക്കാം. നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സംഭവം വർക്കിംഗ് ആണോ വർക്കിംഗ് അല്ലേ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ നമ്മൾ മൊബൈൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാർജർ അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. മറ്റേ വശം നമുക്ക് മൊബൈലിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്തതോട് കൂടി സംഭവം ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊബൈലിലെ ചാർജ് ചെയ്യുന്ന ചിഹ്നമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൈറ്റ്നസ് കുറച്ചത് കാരണം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് 32% എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാർജ് കയറുന്നതിന് ചിഹ്നമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടോ 32% കയറുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം 100% വർക്കിംഗ് ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കാണുമ്പോൾ വീണ്ടും കാണാം. അതിലേക്കും ബൈ.